രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ലോക്ക്ഡൌണിന് നിലവിൽ സാഹചര്യമില്ലെന്നും ഇത്തരം കെട്ടുകഥകളിൽ വിശ്വസിക്കരുതെന്നും കേന്ദ്രം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എനർജി ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടുനിന്നാൽ രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും ലോക്ക്ഡൌൺ കാലത്ത് എന്ന പോലെ കേന്ദ്ര സംസ്ഥാന അധികൃതർ ഒറ്റക്കെട്ടായി പ്രതിസന്ധിയെ നേരിടണമെന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ തെറ്റിദ്ധരിക്കപ്പെടാനും പുതിയ ലോക്ക്ഡൌൺ സംബന്ധിച്ച പ്രചരണങ്ങൾക്ക് ഇടയാക്കാനും കാരണം. പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടുനിന്നാൽ രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും ലോക്ക്ഡൌൺ കാലത്ത് എന്ന പോലെ കേന്ദ്ര സംസ്ഥാന അധികൃതർ ഒറ്റക്കെട്ടായി പ്രതിസന്ധിയെ നേരിടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈയൊരു പ്രസ്താവനയായിരുന്നു തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് ഇത് വഴിവെച്ചു. ഒരു തരത്തിലുള്ള ലോക്ക്ഡൌണും ഏർപ്പെടുത്താൻ നിലവിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അവശ്യവസ്തുക്കൾ, പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ലഭ്യത കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയോ മറ്റ് അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കുകയോ ചെയ്യരുതെന്നും പെട്രോളിയം മന്ത്രി അടക്കമുള്ളവർ അറിയിച്ചു. രാജ്യത്ത് ലോക്ക്ഡൌണിനുള്ള ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് COVID-19 കാലത്തിന് സമാനമായ രാജ്യവ്യാപക ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയേക്കുമെന്ന പ്രചരണം ഉണ്ടായത്. എന്നാൽ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വെള്ളിയാഴ്ച വ്യക്തമാക്കി. ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന വാർത്തകൾ തികച്ചും വ്യാജമാണ്. ഇത് ഞാൻ വ്യക്തമായി പറയട്ടെ. ഭാരത സർക്കാരിന്റെ മുന്നിൽ ഇത്തരമൊരു നിർദ്ദേശം നിലവിലില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ശാന്തത പാലിക്കേണ്ടതും ഉത്തരവാദിത്തത്തോടെയും ഐക്യത്തോടെയും നിലകൊള്ളേണ്ടതും പ്രധാനമാണ്, അദ്ദേഹം എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഊർജ്ജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ രാജ്യത്ത് പെട്രോൾ പമ്പുകളിൽ ഇന്ധനം വാങ്ങാൻ വലിയ തിരക്ക് അനുഭവപ്പെടുകയും LPG സിലിണ്ടറുകൾക്ക് ക്ഷാമം നേരിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ പടർന്നത്. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജനില സുരക്ഷിതമാണെന്നും ഇന്ധനവും ഊർജ്ജവും തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉറപ്പു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ധനം, ഊർജ്ജം, മറ്റ് അത്യാവശ്യ വസ്തുക്കൾ എന്നിവ തടസ്സമില്ലാതെ പൗരന്മാർക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഉയർന്നുവരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഞങ്ങൾ സജ്ജമാണ്, അദ്ദേഹം തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കി. ആഗോളതലത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ശക്തമായ പ്രതിരോധശേഷി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും വരും കാലങ്ങളിലും അതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയെയും രാജ്യസഭയെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ ഊർജ്ജ നിലയെക്കുറിച്ചുള്ള ഹർദീപ് സിംഗ് പുരിയുടെ ഈ ഉറപ്പ് വരുന്നത്. ലഭ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ഗ്യാസും അസംസ്കൃത എണ്ണയും സംഭരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അതിനാൽ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും വരും ദിവസങ്ങളിലും ഈ ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിരുന്നു. 11 വർഷം കൊണ്ട് 53 ലക്ഷം മെട്രിക് ടൺ എണ്ണ ശേഖരിച്ചതിനാൽ ഇന്ത്യയുടെ എണ്ണ ലഭ്യത സുരക്ഷിതമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാവിയിൽ 65 ലക്ഷം മെട്രിക് ടൺ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരം കൂടി അധികമായി സജ്ജമാക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു.